ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വഴുതനങ്ങ തോരൻ എങ്ങനെ വെക്കും നോക്കാം. വഴുതനങ്ങ ദേ ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞ വഴുതനങ്ങയെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം ഇതിന് കിഴങ്ങൊക്കെ നമ്മൾ കുറച്ച് അരിഞ്ഞ് വെക്കുമ്പോൾ കറക്കത്തില്ലേ, ആപ്പിൾ, അതുപോലെ ഇതിനൊരു കറയുണ്ട്, കറുത്തു പോവും. അതുകൊണ്ട് ഞാൻ ദേ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്നും സ്കിൻ കളയാത്തതല്ലേ, അപ്പം എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. പിന്നെ അതിൻ്റെ കറയൊക്കെ പോകാനും നല്ലതാണ്. ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരിയുന്ന വഴുതനങ്ങ ആ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടില്ലേ, ഇങ്ങനെ കഴുകി വാരിയെടുക്കും. ആ വെള്ളത്തിനകത്തെ കറ കണ്ടോ, അതെല്ലാം മാറി നല്ലപോലെ ഒരു അരിപ്പപ്പാത്രത്തിൽ ഇട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഈ തവിക്ക് ഞാൻ 2 തവി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വഴുതനങ്ങയുടെ അളവനുസരിച്ച് തേങ്ങ എടുത്തോ കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും കുറവ് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ച് മാറ്റി വെക്കാം. ഒരു സവാള കുനുകുനായിട്ട് അരിഞ്ഞ് 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കണ്ടില്ലേ, തേങ്ങയും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം കരിവേപ്പിലയും, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകമൊക്കെ ഇട്ട് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയില്ലേ, അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല ചൂടെണ്ണയില്ല, അതിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ അങ്ങ് മാറും. എന്നിട്ട് കഴുകി വാരി വെച്ചേക്കുന്ന വഴുതനങ്ങയും കൂടി ഇട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അങ്ങ് തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ മതി. കണ്ടില്ലേ, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആ ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കോട്ടെ കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാനേ പാടില്ലേ. വെള്ളമൊന്നും ഒഴിക്കാതെ തട്ടിപ്പൊത്തി നമുക്കതവിടെ ചെറിയ തീയിലിട്ട് അവിടെ വെച്ചേരെ. ഒരു വഴുതനങ്ങയുടെ വേവ് അനുസരിച്ചാണ്. എൻ്റെ ഈ വഴുതനങ്ങ ഒരു 10 മിനിറ്റ് എടുത്ത് വേവാൻ. കണ്ടില്ലേ, ഒന്ന് ആവി കയറിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഒന്ന് ചിക്കി അവിടെ നിന്ന് മാറ്റി വെച്ച്. ഒട്ടും കുഴയത്തില്ല, നമ്മളിടയ്ക്ക് അതിൻ്റെ വേവ് നോക്കിയാൽ മതി. കണ്ടില്ലേ, പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചിൽ കൊടുത്തു വിടാം, ഓഫീസിൽ കൊടുത്തു വിടാം. വഴുതനങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. പിന്നെ ഒരു വെറൈറ്റി അല്ലേ, ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇനി എല്ലാവർക്കും അറിയാമായിരിക്കും കോവയ്ക്ക് എങ്ങനെ മെഴുക്ക് വെട്ടുന്നത്. ഞാൻ അതും കൂടെ ഒന്ന് ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവം. കോവയ്ക്കായി ഞാൻ ആദ്യം എപ്പോഴും ഉപ്പിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റോടെ വെച്ചേക്കും. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് അത് നല്ലപോലെ കഴുകി എടുത്തിട്ട് ഒരു 3-4 വെള്ളത്തിൽ പിന്നെ ഞാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കും കോവയ്ക്ക. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുത്ത് ഒരു സവാളയും 2 പച്ചമുളകും, വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും ഇട്ട് ഒരു 1/4 ടീസ്പൂൺ സവാളയുടെ ആ കളറൊന്ന് മാറി വന്നപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് ഒന്ന് വഴറ്റി അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്കായിട്ട് കണ്ടില്ലേ, ആ കോവയ്ക്കായും കൂടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ തീയിലവിടെ അടച്ചു വെച്ചാൽ മതി. ഒരുപാടില്ല, എളുപ്പമല്ലേ. ഈസി ആയിട്ടുള്ളൊരു വഴുതനങ്ങ തോരനും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും. കോവയ്ക്ക മെഴുക്ക് പുരട്ടി എനിക്കൊന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. എന്നാലും അറിയാൻ വയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കോവയ്ക്കയ്ക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറിയ തീയിലിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാമെങ്കിൽ
സൂപ്പർ ടേസ്റ്റി കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. കണ്ടില്ലേ, വഴുതനങ്ങ തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല തോരനും മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി സൂപ്പർ ലഞ്ച്. താങ്ക് യു.